നമസ്കാരം. നാശത്തിൻ്റെ വക്കിൽ നിന്നും വളർച്ചയിലേക്കുള്ള BSNLന്റെ ഒരു തിരിച്ചുവരവ് വെറുമൊരു വളരെയധികം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായി നിൽക്കില്ല. അത് നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് വായിക്കാൻ പറ്റുന്ന മാത്രം ഒരു ആർട്ടിക്കിൾ അല്ല. അത് പൊതുജനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങളിലുമുള്ള വിശ്വാസം തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി പറയുന്നുമുണ്ട്. പെമ്മസാനി പറയുന്ന വാക്കുകളിലൂടെ തന്നെ കൃത്യമായുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ട്വിറ്ററിലൂടെയാണ് പെമ്മസാനി ഇക്കാര്യം പറഞ്ഞത്. BSNLന്റെ മാറ്റം അത് വരുത്തുക എന്നത് ഒരു കമ്പനിയുടെ കഥ മാത്രമല്ല, അത് തികച്ചും സർക്കാർ സ്ഥാപനങ്ങളിലുള്ള പൊതുജന വിശ്വാസം പുനർനിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് എന്ന് പറയാം. യഥാർത്ഥ പരിവർത്തനം ആരംഭിക്കുന്നത് നേതൃത്വം, അഭിനിവേശം, നമ്മുടെ ടീമുകൾക്കുള്ളിൽ നാം കെട്ടിപ്പടുത്തുന്ന സംസ്കാരം എന്നിവ എന്ന് തന്നെയാണ്. എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തവും പ്രചോദനവും വർദ്ധിപ്പിച്ചെടുക്കാൻ തന്നെ തീരുമാനിക്കാം. വരുമാനത്തിൻ്റെ ഓരോ രൂപയും ശക്തി കൂട്ടുന്നു. കൂടുതൽ ടവറുകൾ, മികച്ച സേവനം, കൂടുതൽ പൊതുജന വിശ്വാസം, കൂട്ടായ ദൃഢനിശ്ചയവും ലക്ഷ്യബോധമുള്ള നേതൃത്വവും ഉപയോഗിച്ച് BSNL പൊതുമേഖലാ മുന്നേറ്റത്തിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് ഇതെന്ന് പറയണം. അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ 2 തവണത്തെയും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രതിമാസ റിപ്പോർട്ടുകൾ BSNLന് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണെന്ന് പറയാം. ഏറ്റവും ഒടുവിൽ ട്രായ് പുറത്തുവിട്ടത് ഡിസംബറിലെ പ്രതിമാസ റിപ്പോർട്ട് തന്നെയായിരുന്നു. സെപ്റ്റംബറിലെയും അതിന് മുൻപ് വന്ന ഓഗസ്റ്റിലെയും പ്രതിമാസ റിപ്പോർട്ടുകളിൽ BSNLന് ഈ 2 മാസങ്ങളിലും തന്നെ പുതിയ വരിക്കാർ ഒരുപാട് കൂടി എന്നാണ് കണക്കുകൾ കൃത്യമായി അണിനിരന്ന് നോക്കുമ്പോൾ പറയുന്നത്. അതായത് ഓഗസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 1.38 ദശലക്ഷം തന്നെ പേർ പുതിയതായി BSNLലേക്ക് എത്തി എന്ന് പറയുന്നു. അതായത് 13,87,223 എന്ന കണക്കാണ് കൃത്യമായി പറയുന്നത്. അടുത്തിടെ സെപ്റ്റംബറിലെ പ്രതിമാസ റിപ്പോർട്ടും ട്രായ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ പറയുന്നത് സെപ്റ്റംബറിൽ BSNL തന്നെ 5,24,014 പേർ, അതായത് 0.52 ദശലക്ഷം പുതിയ വരിക്കാരെ സ്വന്തമാക്കി എന്നതാണ്. പുതിയ വരിക്കാരെ സ്വന്തമാക്കുന്നതിൽ ജിയോയും എയർടെലുമാണ് സാധാരണയായി മുന്നിലുണ്ടാകാറുള്ളത്. എന്നാൽ സെപ്റ്റംബറിൽ ഏറ്റവും അധികം പുതിയ വരിക്കാർ എത്തിയത് BSNLൻ്റേതായിരുന്നു എന്നത് വളരെ ആശ്ചര്യമായി തുടരുന്നു. പുതിയ 4G ടവറുകൾ സ്ഥാപിച്ചതും ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കാൻ സംവിധാനം ഒരുക്കിയും പുതിയ സേവനങ്ങൾ ആരംഭിച്ചും വരിക്കാരുടെ വിശ്വാസം നേടിയെടുക്കാൻ തന്നെ BSNL ശ്രമിച്ചു വരുന്നു എന്ന് പറയാം. എന്നാൽ ഈ പറഞ്ഞ 2 മാസങ്ങളിലും BSNL വരിക്കാരുടെ എണ്ണം കുതിച്ചു കയറാൻ തന്നെ യഥാർത്ഥത്തിൽ സഹായിച്ചത് ശരിക്കും ഓഗസ്റ്റിലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തന്നെ പ്രഖ്യാപിച്ച ആസാദി കാ പ്ലാൻ ഓഫറാണ് എന്ന് പറയാം. പുതിയ വരിക്കാർക്ക് വെറും 1 രൂപ മുടക്കിയാൽ ഫ്രീ സിം സഹിതം 1 മാസത്തെ ആനുകൂല്യം ലഭ്യമാകുന്നു എന്നതാണ് ഒരു ഓഫറായി തന്നെ പറയുന്ന ആസാദി കാ പ്ലാനിലും പറയുന്ന ഒരു കാര്യം. പ്രത്യേക ഓഫർ ആയിരുന്നതിനാൽ തന്നെ നിശ്ചിത കാലാവധി കഴിഞ്ഞപ്പോൾ അത് പിൻവലിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. എന്നാൽ ഓഗസ്റ്റിലെ ഓഫർ വൻ വിജയമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഫെസ്റ്റിവൽ സീസണിനോടനുബന്ധിച്ച് BSNL തന്നെ ഈ ഓഫർ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയതെന്ന് പറയണം. ദീപാവലിയോടനുബന്ധിച്ച് ഫെസ്റ്റിവൽ ഓഫറായി BSNL വീണ്ടും അവതരിപ്പിച്ച 1 രൂപ ഓഫർ നവംബർ 15 വരെയാണ് ലഭ്യമാകുക. അൺലിമിറ്റഡ് കോളിംഗ്, ദിവസം 2 GB ഡേറ്റ, പ്രതിദിനം 100 SMS, 100 ദിവസേന വാലിഡിറ്റി, ഫ്രീ SIM, അതുപോലെ തന്നെ ഇപ്പോൾ ഈ 1 രൂപ ഓഫറിൽ തന്നെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ്.